6-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു ബെനഡിക്റ്റൈൻ ആബിയാണിത്. വിശുദ്ധ ബെനഡിക്റ്റ് ആദ്യമായി സ്ഥാപിച്ച സന്യാസ സമൂഹം സ്ഥിതി ചെയ്തത് ഇവിടെയാണ്. ഇത് അറിയപ്പെടുന്നത് വിശുദ്ധ ബെനഡിക്റ്റിന്റെ സഹോദരിയായ സാന്താ സ്കൊളാസ്തിക്കയുടെ നാമത്തിലാണ്. വിശുദ്ധയുടെ ഒരു വെങ്കല പ്രതിമ ഈ മൊണസ്ട്രിയിൽ കയറുന്ന ആദ്യ നടുമുറ്റത്ത് തന്നെ കാണാം. മുറ്റങ്ങളും പുരാതനമായ മണിമാളികയും ദേവാലയങ്ങളുമൊക്കെയായി അതിമനോഹരമായൊരു കെട്ടിട സമുച്ചയമാണ് ഈ ആബി. ഇന്നും ബെനഡിക്റ്റൈൻ സന്യാസ സഭയുടെ തലവനായ ആബട്ടും 20ഓളം സന്യാസികളും 2 സന്യാസാർത്ഥികളും ഇവിടെ താമസമുണ്ട്. ബെനഡിക്റ്റ് ഏകാന്തതയും പ്രാർത്ഥനയും ആഗ്രഹിച്ചുകൊണ്ട് ആദ്യം വന്നതും സന്യാസ സമൂഹം സ്ഥാപിച്ചതും ഇവിടെയാണ്. പിന്നീട് അദ്ദേഹം മൊന്തെ കസീനോ മലനിരകളിലേക്ക് പിൻവാങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഇവിടെ തങ്ങുകയും പിന്നീട് അത് ഒരു മൊണസ്ട്രിയായും ആബിയായും ഒക്കെ മാറുകയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് സൈനിക ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുകയും യുദ്ധത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തുവെങ്കിലും പിന്നീട് ഇതിന്റെ കേടുപാടുകൾ മാറ്റി ഇവിടെ സന്യാസ ജീവിതം പുനരാരംഭിക്കുകയായിരുന്നു. ആധ്യാത്മികതയിലും വാസ്തുശില്പത്തിലും പെയിന്റിംഗിലും ചരിത്രത്തിലും ഒക്കെ താൽപര്യമുള്ള ഒരുപാട് തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ഈ ആബി ഇന്നും സന്ദർശിക്കാറുണ്ട്. ആബിയുടെ നടുവിൽ ഒരു കിണറുണ്ട്. അവിടെ നിന്ന് ദൂരെയുള്ള അടുക്കളയിലേക്ക് ഒരു മോട്ടറിന്റെയും സഹായമില്ലാതെ വെള്ളമെത്തിക്കാനുള്ള സംവിധാനം ആ കാലഘട്ടത്തിൽ തന്നെ സന്യാസികൾ വികസിപ്പിച്ചെടുത്തിരുന്നു. ആദ്യമായി അച്ചടി യന്ത്രം സ്ഥാപിക്കപ്പെട്ടതും ഈ മൊണസ്ട്രിയിലാണ്. ഇറ്റലിയിലെ ആദ്യത്തെ അച്ചടിച്ച പുസ്തകം ഇറങ്ങിയത് ഇവിടെ നിന്നാണ്. ഇറ്റലിയിലെ ലാറ്റ്സിയോ പ്രദേശത്ത് സൂബിയാക്കോ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൊണസ്ട്രി പ്രാർത്ഥനയുടെയും ആധ്യാത്മികതയുടെയും ഒരു നല്ല അന്തരീക്ഷം നമുക്ക് നൽകും.